ചെറുതുരുത്തിയിൽ വെച്ച് സ്വന്തം കാറിൽ നിന്ന് പണം കണ്ടെത്തിയ സംഭവത്തിൽ വിശദീകരണവുമായി സി ജയൻ. കാറിൽ നിന്ന് കണ്ടെത്തിയത് കള്ളപ്പണമല്ല, താൻ ചേലക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ ബലിയാടായി മാറുകയായിരുന്നെന്നും ദൃശ്യമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കപ്പെട്ടത് സത്യവുമായി പുലബന്ധമില്ലാത്ത കാര്യങ്ങളാണെന്നും ഷൊർണൂരിലെ വ്യവസായിയും SNDP നേതാവുമായ സി ജയൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. താൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഇടനിലക്കാരനല്ലെന്ന് സി ജയൻ പറഞ്ഞു. മാധ്യമങ്ങളിൽ കള്ളപ്പണം പിടിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തകളിലെ സത്യാവസ്ഥയും ഇതുമൂലം തനിക്കുണ്ടായ വിഷമവും യാഥാർത്ഥ്യവും ബോധ്യപ്പെടുത്തുന്നതിനാണ് വാർത്താസമ്മേളനം വിളിച്ചത്. കാറിൽ നിന്ന് കള്ളപ്പണം പിടികൂടിയിട്ടില്ല. പണവുമായി ബന്ധപ്പെട്ട് എല്ലാ രേഖകളുമുണ്ട്. ഭവന നിർമ്മാണത്തിനാവശ്യമായ സാമഗ്രികൾ വാങ്ങുന്നതിനാണ് പണവുമായി കാറിൽ സഞ്ചരിച്ചത്. ഇക്കാര്യങ്ങൾ SNDP യോഗം ഒറ്റപ്പാലം താലൂക്ക് യൂണിയൻ സെക്രട്ടറി എന്ന നിലയിൽ സഹപ്രവർത്തകരെയും പൊതുസമൂഹത്തെയും ബോധ്യപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം. മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കപ്പെട്ട പോലെ തന്റെ കൈവശമുണ്ടായിരുന്ന പണം കള്ളപ്പണമോ മറ്റാർക്കെങ്കിലും കൈമാറാൻ എത്തിച്ച പണമോ അല്ലെന്ന് സി ജയൻ പറഞ്ഞു. ഈ പണം തീർത്തും ഞാൻ എന്റെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വാർപ്പെല്ലാം കഴിഞ്ഞു. ടൈൽസിന്റെ വർക്ക്, പ്ലംബിങ്ങിന്റെ വർക്ക്, ഇലക്ട്രിക്കൽ വർക്ക്. അപ്പൊ ഇത്തരം സാധനങ്ങളുമായിട്ട് തൃശ്ശൂർ, പാലക്കാട് ഞങ്ങൾ പല പ്രാവശ്യം പോയിട്ട് പല സാധനങ്ങളും നോക്കി. എന്നിരുന്നാലും ടൈൽസ് കറക്റ്റായിട്ട് കിട്ടിയില്ല. ഞാൻ രാവിലെ പൈസ എടുത്തിട്ട് 25 ലക്ഷം എടുത്ത പൈസയിൽ നിന്ന് 20 ലക്ഷം രൂപ എടുത്ത് കാറിൽ വെച്ചുകൊണ്ട് മകനെയും കൂട്ടിയിട്ടാണ് എറണാകുളത്തേക്ക് പോയത്. ഈ മകനെ കൂട്ടാനുള്ള കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോനെ കൂട്ടിയത്. മിനിഞ്ഞാന്ന് കനറ ബാങ്കിന്റെ കുളപ്പള്ളി ബ്രാഞ്ചിൽ നിന്ന് 25 ലക്ഷം രൂപ വിത്ഡ്രോ ചെയ്ത് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് എറണാകുളത്തേക്ക് പോവുകയായിരുന്നു. അപ്പൊ ആ പോകുന്ന വഴിക്കാണ് കൊണ്ടുപോകുന്നതിന് നമ്മൾ ബാങ്കിന്റെ ലെറ്റർ ഉണ്ടായിരുന്നു. ആ പോകുന്ന വഴിക്കാണ് ചെറുതുരുത്തി വെച്ച് പോലീസ് ചെക്ക് ചെയ്തു. അപ്പൊ സീറ്റിന്റെ മുകളിൽ ഓപ്പണായിട്ട് വെച്ചിരുന്ന പൈസ ആയിരുന്നത്. അപ്പൊ രാവിലെ പോലീസുകാർ കൈ കാട്ടിയപ്പോൾ തന്നെ നമ്മൾ ആ ലെറ്റർ എടുത്ത് കാണിച്ചു കൊടുത്തു. ശരി, കുഴപ്പമില്ലാന്ന് പറഞ്ഞ് പോകാൻ നിൽക്കുമ്പോഴാണ് ആ വീഡിയോ ആയിരുന്നു അവിടെ ചാർജ് ഉണ്ട്. ആ വീഡിയോ ഇത്രയും കൂടുതൽ പൈസ കൊണ്ട് ഈ ടൈമിൽ പറ്റുന്ന നാളെ ഇലക്ഷൻ അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവരാരെയും വിളിച്ചിട്ടാണ് ഇൻകം ടാക്സുകാർ വരുന്നുണ്ടായത്. വർക്ക്ഷോപ്പ് രംഗത്ത് വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു വ്യവസായ സംരംഭകനാണ് താൻ. SNDP യോഗം ഒറ്റപ്പാലം താലൂക്ക് യൂണിയൻ സെക്രട്ടറിയുമാണ്. സത്യവുമായി പുലബന്ധമില്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ പ്രചരിപ്പിക്കപ്പെടുന്നത്. താൻ രാഷ്ട്രീയ പാർട്ടിക്ക് ഇടനിലക്കാരനായി പണമെത്തിച്ചെന്ന ആരോപണമുന്നയിച്ച അനിൽ അക്കരയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അല്ലാത്തപക്ഷം അനിൽ അക്കര പരസ്യമായി മാപ്പ് പറയണമെന്നും സി ജയൻ ആവശ്യപ്പെട്ടു. ന്യൂസ് സെന്റർ, ഷൊർണൂർ.